ബഹുമാനപ്പെട്ട ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, പ്രസ് ക്ലബ്ബ് ഉദ്യോഗസ്ഥർ, ട്രസ്റ്റ് ബോർഡ് ഭാരവാഹികൾ, ട്രസ്റ്റ് ബോർഡ് ഔദ്യോഗിക അംഗങ്ങൾ, ഉത്സവത്തിൻ്റെ ജനറൽ കൺവീനർ, എല്ലാവർക്കും നമസ്കാരം. നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് 2024 വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും ഒരുക്കങ്ങളെ പറ്റിയുള്ളതും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള സേവനങ്ങളെ പറ്റിയുള്ളതും കാര്യങ്ങൾ വിശദമാക്കാൻ വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഓരോ ഔദ്യോഗിക അംഗങ്ങളും ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണം പറ്റി ഇവിടെ വിശദീകരിക്കുന്നതാണ്. ആദ്യമായി സ്വാഗതം പറയുന്നതിന് ശ്രീമതി ചിത്രലേഖയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആറ്റുകാൽ അമ്മയെ ശരണം. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. 2024 ആണ്ടിലെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ആദ്യ പത്രസമ്മേളനത്തിനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ചിത്രലേഖ ഡി, ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനറാണ്. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ എസ് വേണുഗോപാൽ അവർകളെയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് രൂപീകരിച്ചിട്ടുള്ള പൊങ്കാല മഹോത്സവത്തിന്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ കെ ശിശുപാലൻ നായർ സാർ അവർകളെയാണ്. അടുത്തത് ഉത്സവത്തിന്റെ ജോയിന്റ് ജനറൽ കൺവീനർ ശ്രീ AL വിജയകുമാർ അവർകളെയാണ്. അടുത്തത് നമ്മുടെ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമതി ശോഭ വി അവർകളെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ട്രസ്റ്റിന്റെ സെക്രട്ടറി ശ്രീ കെ സൽകുമാർ അവർകളെയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻ നായർ PK അവർകളെയാണ്. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി, ട്രസ്റ്റിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ അനുമോദ് AS അവർകളെയാണ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ട്രഷറർ ശ്രീമതി ഗീതാകുമാരി A അവർകളെയാണ്. ഇനി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമ പ്രതിനിധികള്, പിന്നെ നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് രൂപീകരിച്ചിട്ടുള്ള എല്ലാ ഉത്സവ കമ്മിറ്റി കൺവീനർമാർ, നമ്മുടെ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, നമ്മുടെ ട്രസ്റ്റിലെ ജീവനക്കാർ എന്നിവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തോളുന്നു. പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങൾ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വർഷങ്ങളിലെയും പോലെ ഈ വർഷവും നമ്മുടെ ഉത്സവത്തിന്റെ ഓരോ ദിവസത്തെയും വാർത്തകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ച് ഈ വർഷത്തെ ഉത്സവവും ഒരു വൻ വിജയമാക്കി തരുവാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ട്രസ്റ്റിന്റെ എല്ലാ സഹായ സഹകരണവും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇനി ഉത്സവത്തെ കുറിച്ചുള്ള ഒരുക്കങ്ങളെ കുറിച്ച് നമ്മുടെ ഔദ്യോഗിക ഭാരവാഹികൾ സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം 2024 ഫെബ്രുവരി 17 ആരംഭിക്കുകയാണ്. 9 ദിവസവും നടന്നു വരുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം വൈകുന്നേരം 6 മണിക്കാണ്. ആ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി അനുശ്രീയാണ്. ആ ചടങ്ങിൽ വെച്ചാണ് ആറ്റുകാൽ അംബ പുരസ്കാരം നൽകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ അംബ പുരസ്കാരം നൽകുന്നതിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. പിന്നെ 3-ാം ദിവസമാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. 19-ാം തീയതി അന്ന് രാവിലെ 9:30-ക്കാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത്. അതിലേക്കായി കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 25 രാവിലെ 10:30 അടുപ്പുവെട്ട് നടക്കുന്നു. അതിനുശേഷം
2:30-ക്കാണ് നിവേദ്യം നടക്കുന്നത്. പിന്നെ വൈകുന്നേരം 7:30-ക്ക് കുത്തിയോട്ട കുട്ടികൾക്കുള്ള ചൂരൽ കുത്ത് ആരംഭിക്കുന്നു. ഇപ്രാവശ്യം 606 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു പണ്ടാര ഓട്ടമുണ്ട്, ദേവിയുടെ ഓട്ടമാണത്. ഈ ഇത്രയും പണ്ടാര ഓട്ടം ദേവിയുടെ ഒപ്പമാണ് എഴുന്നള്ളുന്നത്. 606 കുട്ടികളും ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം ദേവി എഴുന്നള്ളുന്നു. ഇത് അതിനുശേഷം പിറ്റേ ദിവസമാണ് ദേവി തിരിച്ചെത്തുന്നത്. അത് ഈ കുട്ടികൾ മുഴുവനും ഇറങ്ങിയതിന് ശേഷം ദേവി എഴുന്നള്ളി ശാസ്താ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസമാകും. പിറ്റേ ദിവസം രാത്രി 9:45-നാണ് കാപ്പ് അഴിക്കുന്നത്. അതിനുശേഷം കുരുതി തർപ്പണത്തോടുകൂടി നമ്മൾ ഏവരും കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിക്കുകയാണ്. ഇപ്രാവശ്യത്തെ പൊങ്കാല മഹോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും, ഞങ്ങൾ ട്രസ്റ്റും പ്രദേശത്തുള്ളവരും ജീവനക്കാരും മറ്റെല്ലാവരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തിരുവനന്തപുരം ജില്ല ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്നതുകൊണ്ട് സർക്കാർ തലത്തിൽ അതിൻ്റെ നടപടികൾ എടുത്തിട്ടുണ്ട്. സർക്കാർ തിരുവനന്തപുരം ജില്ലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റി പറയുകയും അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം മേയറുടെ കോർപ്പറേഷനിൽ നിന്നും കൊടുക്കുകയുണ്ടായി. അതിനുശേഷം 10/1/2024 ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് ഒരു അവലോകന യോഗം കൂടുകയും എല്ലാ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ PWD, ഇറിഗേഷൻ, പോലീസ്, തിരുവനന്തപുരം കോർപ്പറേഷൻ, എക്സൈസ്, കേരള വാട്ടർ അതോറിറ്റി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് സേഫ്റ്റി, ശുചിത്വ മിഷൻ, KSRTC, KSEB, ഫയർ ആൻഡ് റെസ്ക്യൂ, സദേൺ റെയിൽവേ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, DTPC, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ആറ്റുകാൽ ട്രസ്റ്റുമായ ഭാരവാഹികൾ എന്നിവരെ പങ്കെടുപ്പിച്ച് അവിടുത്തെ കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരവരെ നടത്തുകയും ഓരോ സ്ഥലത്തും നടത്തേണ്ട പ്രവർത്തനത്തെപ്പറ്റി വിലയിരുത്തുകയും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ അപാകതകൾ തിരുത്തി ഇത്തവണ കൂടുതൽ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ട നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകുകയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു അവലോകനം 25/1/2024 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറും ചേർന്ന് ട്രസ്റ്റ് ബോർഡിൽ വെച്ച് നടത്തുകയുണ്ടായി. അതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും വിശദീകരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർത്ത് ആറ്റുകാൽ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം 2 മന്ത്രിമാരും നടത്തുകയുണ്ടായി. സർക്കാരും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാളും നന്നായിട്ട് എന്തെങ്കിലും അപാകതകളുള്ളതെല്ലാം മാറ്റി തരുമെന്ന് അവരെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു വരികയാണ്. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് ആറ്റുകാൽ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുന്നത്. സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം ചെയ്തിട്ടുണ്ട്. അത് നടത്തുന്നതാണ്. കളക്ടറുടെ അംഗീകാരത്തോടുകൂടി അത് നടത്തുന്നതാണ്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും ബാക്കി ഉള്ളവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് ആറ്റുകാൽ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ സർക്കാർ എല്ലാവരും, അല്ലാതെ ആറ്റുകാൽ ട്രസ്റ്റ് മാത്രം ചേർന്നിട്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്രയും വലിയൊരു ആഘോഷം നന്നായിട്ട് നടത്തുന്നതിന് എല്ലാവരുടെയും സഹകരണം കിട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സഹായം ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ട്രസ്റ്റ് ഭാരവാഹികളെ, ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ജനറൽ കൺവീനർ, ജോയിൻറ്റ് ജനറൽ കൺവീനർ, ഇവിടെ ഹാജരായിരിക്കുന്ന പത്ര മാധ്യമ പ്രവർത്തകരെ, ട്രസ്റ്റികളെ, ട്രസ്റ്റ് ജീവനക്കാരെ, 2024 പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 17 മലയാള മാസം 1199 കുംഭമാസം 4 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് കാർത്തിക നക്ഷത്രത്തിൽ തോറ്റം പാട്ട് പാടി കാപ്പ് കെട്ടി കുടിയിരുത്തലോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു. ഈ വർഷത്തെ ഉത്സവം എല്ലാ പത്രമാധ്യമക്കാരും നമ്മളോട് വളരെയധികം സഹായിച്ച് ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ ദേവി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലുള്ള എല്ലാ ട്രസ്റ്റീസ്, എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച്
പല ജീവനക്കാർ മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റ്സ് 10-13 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സംയുക്തമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇതൊരു വൻ വിജയമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നടത്തിയതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ഇപ്രാവശ്യം വളരെ തിരക്ക് കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടന്നു വരികയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ആറ്റുകാലമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന ട്രസ്റ്റ് ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ആറ്റൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്സവത്തോടനുബന്ധിച്ച പൊങ്കാല. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുത്തിയോട്ടം. ഈ വർഷം 606 ബാലന്മാരാണ് ദേവിയുടെ നേർച്ചയ്ക്കായിട്ട് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ഒരു പണ്ടാര ഓട്ടവും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനോടകം തന്നെ ക്ഷേത്രം ട്രസ്റ്റ് ഈ വർഷത്തെ കുത്തിയോട്ടത്തിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. കുട്ടികളെ പരിചരിക്കുന്നതിനായിട്ട് 24 അവേഴ്സും DMO നിർദ്ദേശിക്കുന്ന കുറച്ച് ഡോക്ടേഴ്സും നഴ്സുമാരും എപ്പോഴും ഉണ്ടാവും. 24 അവേഴ്സും ക്ഷേത്ര പരിസരത്തുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം വളരെ ഭംഗിയായി നടത്താൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്നും അതിന് എല്ലാ സുഹൃത്തുക്കളും, നിങ്ങളുടെ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമ രംഗത്തെ എല്ലാ സുഹൃത്തുക്കളുടെയും സഹകരണം ദേവിയുടെ നാമത്തിലും ട്രസ്റ്റിന്റെ നാമത്തിലും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലുള്ള എൻ്റെ ഇവിടെ 2024 പൊങ്കാല മഹോത്സവത്തിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ വന്നിട്ടുള്ള ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, ആറ്റുകാലമ്മയുടെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പൊങ്കാല അന്ന് വൈകിട്ട് താലപ്പൊലി നേർച്ചയ്ക്കായി അന്ന് രാവിലെ തൊട്ട് തന്നെ 10 വയസ്സിന് താഴെയുള്ള നിരവധി ബാലികമാർ ആറ്റുകാലമ്മയ്ക്ക് നേർച്ചയായി താലപ്പൊലി നേർച്ച ചെയ്യാനായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എല്ലാ വർഷവും ഉള്ളതുപോലെ നിങ്ങളുടെ ദൃശ്യപത്ര മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ ട്രസ്റ്റിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അതിനു പുറമെ ഞങ്ങളുടെ കൊടുത്ത നിവേദനം പരിഗണിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു സൂപ്പർ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് വൈകിട്ട് 7:30 മണിക്ക് നമ്മളുടെ MLAയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ ശ്രീ ശിവൻകുട്ടി അവർകൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ പത്രസമ്മേളനത്തിലെത്തിയ ദൃശ്യ പത്ര മാധ്യമ പ്രവർത്തകർക്ക് എൻ്റെ സ്വന്തം പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിയതോടുകൂടി എൻ്റെ കർത്തവ്യം അവസാനിക്കുകയാണ്.